ഓറിജിൻ ഓഫ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് ജീനോം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജീവജാലങ്ങളിൽ എങ്ങനെയാണ് ജീനുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് പുതിയ ജീവജാലങ്ങൾ അങ്ങനെ ഉത്ഭവിച്ചത്, പ്രോകാരിയോട്ടിൽ ജീനുകൾ, അതായത് പുതിയ ജീനുകളോട് കൂടിയ കോമ്പിനേഷനോട് കൂടിയ ജീവജാലങ്ങൾ എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അതുപോലെ തന്നെ യൂകാരിയോട്ടിൽ എങ്ങനെയൊക്കെയാണ് ജീൻ എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത്, അതിന് ഇടയാക്കുന്ന ഈവൻറ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഒറിജിൻ ഓഫ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് ജീനോം എന്ന വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. Genome evolution is defined as the process by which genome changes in structure and size with time. ജീനോം എവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവജാലങ്ങളുടെ ജീനുകളിൽ അതിൻ്റെ ഘടനയിലും അതിൻ്റെ വലിപ്പത്തിലും കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ എവല്യൂഷൻ അനുസരിച്ച് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായ ചേഞ്ചുകളെയാണ് ജീനോം എവല്യൂഷൻ എന്ന് പറയുന്നത്. അത് പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും പല മെത്തേഡിലൂടെയാണ് അല്ലെങ്കിൽ പല ഈവൻറ്റുകളിലൂടെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് പ്രോകാരിയോട്ടിക് ജീനോം എവല്യൂഷൻ എന്താണെന്ന് നോക്കാം. പ്രോകാരിയോട്ടിക് ജീനോം എവല്യൂഷൻ occurs by different methods such as mutation, horizontal gene transfer and transduction. പ്രോകാരിയോട്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള നോൺ ന്യൂക്ലിയേറ്റഡ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇങ്ങനെ നോൺ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള പ്രോകാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ജെനറ്റിക് എവല്യൂഷൻ അല്ലെങ്കിൽ ജീൻ എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത് 3 തലത്തിലാണ്. 1 മ്യൂട്ടേഷൻ, 2 ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ, 3 ട്രാൻസ്ഡക്ഷൻ. ഇനി നമുക്ക് ഇത് ഓരോന്നും പരിശോധിക്കാം. മ്യൂട്ടേഷൻ എന്നാൽ മ്യൂട്ടേഷൻ ഈസ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. മ്യൂട്ടേഷൻ റേറ്റ് ഡിഫർ ബിറ്റ്വീൻ സ്പീഷീസ് ആൻഡ് ഈവൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ജീനോം ഓഫ് എ സിംഗിൾ സ്പീഷീസ്. ഇങ്ങനെ ഹെറിറ്റബിൾ ആയിട്ട് നടക്കുന്ന മ്യൂട്ടേഷൻ പ്രോസസ് ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ സ്പീഷീസുകൾക്ക് ഒരുപോലെ ആയിരിക്കില്ല, അതായത് വ്യത്യസ്തമായിരിക്കും. ഇനി ഒരു സ്പീഷീസിൽ തന്നെ പല റീജിയനിലായിട്ടായിരിക്കും മ്യൂട്ടേഷൻ സംഭവിക്കുക. ഒരേ റീജിയനിൽ മ്യൂട്ടേഷൻ ആവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ഓഫൺ occur which can cause various changes in the genome. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ ഉണ്ടാക്കപ്പെടുകയും അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു ജീവിക്ക് അതിൻ്റെ ജീനോമിൽ മ്യൂട്ടേഷൻ ഉണ്ടാവുകയും അത് പലതരത്തിലുള്ള ജീനോം ചേഞ്ചസിന് അല്ലെങ്കിൽ ജീനുകളിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. മ്യൂട്ടേഷൻ ക്യാൻ റിസൾട്ട് ഇൻ ദ അഡീഷൻ ഓർ ഡെലീഷൻ ഓഫ് 1 or more ന്യൂക്ലിയേറ്റഡ് ബേസസ്. മ്യൂട്ടേഷൻ വഴി ഏതെങ്കിലും ന്യൂക്ലിയോറ്റൈഡ് ബേസുകൾ ഒന്നുകിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുകയോ ചെയ്യാം. ന്യൂക്ലിയോറ്റൈഡ് ബേസുകൾ മ്യൂട്ടേഷൻ വഴി ആഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ജീനുകളുടെ ഉത്ഭവത്തിനിടയാക്കും. ന്യൂക്ലിയോറ്റൈഡുകൾ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും ജീനുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവം നഷ്ടപ്പെട്ട പുതിയ ജീവിയുടെ ഉത്ഭവത്തിന് ഇടയാക്കും. ഇങ്ങനെ മ്യൂട്ടേഷൻ ഹെറിറ്റബിൾ ആയിട്ട് ചേഞ്ചസ് ഉണ്ടാക്കും. എ ചേഞ്ച് ഇൻ ദ കോഡ് ക്യാൻ റിസൾട്ട് ഇൻ എ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ which cause the entire code to be read in wrong order and thus often result in a protein becoming non-functional. ഇനി ജനറ്റിക് കോഡിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കോഡിന് നഷ്ടം വന്നാൽ അല്ലെങ്കിൽ കോഡ് റിമൂവ് ചെയ്യപ്പെട്ടു പോയാൽ അതിന് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നാണ് പറയുക. ഇങ്ങനെ ഒരു പ്രത്യേക പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന ജനറ്റിക് കോഡുകളിൽ ഏതെങ്കിലും ഒരു കോഡ് നഷ്ടപ്പെട്ട രീതിയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പ്രോട്ടീൻ ഉൽപ്പാദനത്തെ ബാധിക്കുകയും അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ ഫങ്ഷണൽ അല്ലാതായി തീരുകയും ചെയ്യും. എ മ്യൂട്ടേഷൻ ഇൻ എ പ്രൊമോട്ടർ റീജിയൻ, എൻഹാൻസർ റീജിയൻ
or a region coding for transcription factors can also result in either loss of function or upgradation or upregulation or downregulation in transcription of that gene. ഇനി ഒരു ജനറ്റിക് കോഡ് എടുക്കുകയാണെങ്കിൽ അതിന് പ്രൊമോട്ട് അല്ലെങ്കിൽ ഒരു DNA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്, എൻഹാൻസർ റീജിയൻ ഉണ്ട്, കോഡിംഗ് റീജിയൻ ഉണ്ട്, നോൺ കോഡിംഗ് റീജിയൻ ഉണ്ട്. ഇങ്ങനെ ഒരു ജനറ്റിക് കോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും RNA ഉണ്ടാക്കപ്പെടുന്ന കോഡിംഗ് റീജിയൻ അല്ലെങ്കിൽ DNA ഭാഗത്തിന് ഇത്തരം പല റീജിയനുകളുണ്ട്. അപ്പോൾ ഈ റീജിയനുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ അതിന് ആഡ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഒന്നുകിൽ ജനറ്റിക് കോഡ് ആഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ കോഡുകൾ റിമൂവ് ചെയ്യപ്പെടുക, ഇത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനെ പൂർണ്ണമായിട്ടും ബാധിക്കുകയും ചെയ്യും. മ്യൂട്ടേഷൻസ് ആർ കോൺസ്റ്റന്റ്ലി occurring in organisms genome and can cause either a negative effect, positive effect or no effect at all. ഇങ്ങനെ ജനറ്റിക് കോഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ പലപ്പോഴും ജീവജാലങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു എഫക്റ്റും ഉണ്ടാക്കത്തില്ല. ഉദാഹരണമായിട്ട് മൈക്രോ ഓർഗാനിസംസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറസുകളെ പോലെയുള്ള പ്രോകാരിയോട്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂട്ടേഷൻസ് വളരെ വേഗത്തിലാണ് നടക്കുക. നമുക്ക് ഇപ്പോൾ ഏറെ പരിചിതമായിട്ടുള്ള കോവിഡ് അല്ലെങ്കിൽ കൊറോണ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് പല വകഭേദങ്ങൾ അതിന് ഉണ്ടായിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഒരു വർഷത്തിനിടയ്ക്കാണ് 10, 14, 20 തരത്തിലുള്ള മ്യൂട്ടേഷൻസ് അതിന് സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഈ മ്യൂട്ടേഷൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ആ മ്യൂട്ടേഷൻസ് അതിന് ബെനിഫിഷ്യലാണ്. അതായത് മരുന്നിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെന്റൽ കണ്ടീഷനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മ്യൂട്ടേഷൻസ് പുതിയ സ്പീഷീസിന്, അതായത് ഇപ്പം കോവിഡ് വൈറസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഓരോന്നിനെയും നമ്മൾ സബ് സ്പീഷീസ്, പുതിയ പുതിയ സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ വളരെ വേഗത്തിൽ മ്യൂട്ടേഷൻ പ്രോസസ്സ് വഴി പുതിയ പുതിയ സ്പീഷീസുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ജീനുകൾ ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ടാമത്തത് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ആണ് പ്രോകാരിയോട്ടിൽ പുതിയ ജീനോമുകൾ ഇവോൾവ് ചെയ്യാൻ ഇടയാക്കുന്ന കാരണം. ഓൾസോ കാൾഡ് ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ. ഇതിനെ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ എന്ന് കൂടി പറയും. ദ ട്രാൻസ്മിഷൻ ഓഫ് DNA ബിറ്റ്വീൻ ഡിഫറെന്റ് ജീനോംസ്, അതായത് വ്യത്യസ്ത ജീവജാലങ്ങളിലേക്ക് ജീനുകൾ അല്ലെങ്കിൽ പ്ലാസ്മിഡ് പോലെയുള്ള ജനിതക ഘടകങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ഈസ് നോൺ ടു occur between different species such as between prokaryotes whose cells lack a defined nucleus. എന്തുകൊണ്ട് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രോകാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ന്യൂക്ലിയർ മെറ്റീരിയലുകൾ, പ്രത്യേകിച്ച് ബാക്ടീരിയ പോലെയുള്ളവയാണെങ്കിൽ അതിനെ നമ്മൾ പ്ലാസ്മിഡ് എന്നാണ് പറയുക. പ്ലാസ്മിഡിന്റെ പ്രത്യേകത അത് മോട്ടയിലാണ്, ചലിക്കാൻ കഴിവുള്ളതാണ്, അതായത് മൂവ് ചെയ്യാൻ കഴിവുള്ളതാണ്. ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് പോസിബിൾ ഇൻ ലാർജ് പാർട്ട് by the existence of mobile genetic elements such as plasmid, transposons and bacteria infecting viruses. ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ പോസിബിൾ ആണ് പ്രോകാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ പ്രധാന കാരണം ദേ ആർ മൊബൈൽ ജനറ്റിക് എലമെന്റ്സ് എന്നുള്ളതാണ്. അതായത് പ്ലാസ്മിഡുകൾക്ക് ഇപ്പോൾ ബാക്ടീരിയയിലാണെന്നുണ്ടെങ്കിൽ കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ പ്രോസസ്സിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. These elements are transferred between organisms through different mechanisms which in prokaryotes include transformation, conjugation and transduction. പ്രോകാരിയോട്ടിൽ ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയലുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ എന്നീ മെത്തേഡുകളിലൂടെയാണ്.
In horizontal gene transfer, newly acquired DNA is incorporated into the genome of a recipient through either recombination or insertion. ഇങ്ങനെ ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയലുകൾ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ പ്രോസസ്സ് വഴി പുതിയ ജീവിയുടെ ഭാഗമായി മാറുന്നു. ഇനി നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, അതുവഴി എങ്ങനെ പുതിയ ജീനോം ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഒന്നാമത്തത് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് എ ഫോറിൻ DNA ഫ്രാഗ്മെന്റ് ഫ്രം എ ഡോണർ ജീനോം ഇൻ ടു ജീനോം ഓഫ് എ റെസിപ്പിയന്റ് സെൽ. അതായത് റെസിപ്പിയന്റ് സെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വീകരിക്കുന്ന സെൽ. ഡോണർ എന്ന് പറഞ്ഞാൽ നൽകുന്ന സെൽ. അതായത് ഒരു ജീൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രോമസോം അല്ലെങ്കിൽ പ്രത്യേക ജീൻ ഒരു ബാക്ടീരിയ വേറൊരു ബാക്ടീരിയയ്ക്ക് നൽകുകയും അത് ബാക്ടീരിയ സ്വീകരിച്ച് അത് പുതിയ ഒരു ജീവിയായിട്ട് മാറുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, രോഗകാരിയായ ഒരു ബാക്ടീരിയ അതിൻ്റെ രോഗമുണ്ടാക്കാനുള്ള കഴിവിനെ വേറൊരു ബാക്ടീരിയയ്ക്ക് അല്ലെങ്കിൽ രോഗമുണ്ടാക്കാൻ കഴിവില്ലാത്ത ബാക്ടീരിയയ്ക്ക് നൽകുകയും അത് സ്വീകരിക്കുകയും അതുവഴി അത് രോഗാണുവായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഡോണറും റെസിപ്പിയൻറ്റും ഇവിടെയുണ്ട്. അതുവഴി പുതിയ ബാക്ടീരിയ അല്ലെങ്കിൽ പുതിയ സ്വഭാവം ഉണ്ടാകുന്നു. ഇതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ദ ഡോണർ ഫ്രാഗ്മെന്റ് പാസസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ റെസിപ്പിയന്റ് സെൽ which may or may not belonging to the same species and become incorporated into the latter's genome through recombination. ഇങ്ങനെ ഡോണറിൻ്റെ ഫ്രാഗ്മെൻ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ മറ്റൊരു ബാക്ടീരിയയുടെ സെയിം സ്പീഷീസ് ആകാം, അല്ലെങ്കിൽ മറ്റൊരു സ്പീഷീസ് പുതിയ വേറൊരു സ്പീഷീസ് ആകാം, ഡിഫറെൻ്റ് സ്പീഷീസ് ആകാം, അതിൻ്റെ സെല്ലിനകത്തേക്ക് കടക്കുകയും അത് അതിൻ്റെ ജീനോമുമായിട്ട് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലുമായിട്ട് അല്ലെങ്കിൽ പ്ലാസ്മിഡുമായിട്ട് കൂടി കലർന്ന് അല്ലെങ്കിൽ റീകമ്പൈൻ ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ന്യൂ ഫിനോടൈപ്പ് ഇൻ ദ റെസിപ്പിയന്റ് സെൽസ് പ്രോജനി. ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വഴി നേരത്തെ ഇല്ലാതിരുന്ന ഒരു സ്വഭാവം പുതുതായിട്ട് ഒരു സെല്ലിന് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയ്ക്ക് അല്ലെങ്കിൽ വൈറസിന് ലഭിക്കുകയും അതൊരു പുതിയ ജീവിവർഗമായിട്ട് ഇവോൾവ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ പ്രോസസ് കോൺജുഗേഷൻ ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ജനറ്റിക് മെറ്റീരിയൽ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബാക്ടീരിയൽ സെൽ, ദാറ്റ് ഈസ് ഡോണർ സെൽ ഓർ മെയിൽ സെൽ, ടു അനദർ ദാറ്റ് ഈസ് റെസിപ്പിയന്റ് ഓർ ഫീമെയിൽ സെൽ ത്രൂ എ സ്പെഷ്യലൈസ്ഡ് ഇന്റർസെല്ലുലാർ കണക്ഷൻ കോൾഡ് സെക്സ് പില്ലസ് ഓർ കോൺജുഗേഷൻ ട്യൂബ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കോൺജുഗേഷൻ ട്യൂബ് അല്ലെങ്കിൽ സെക്സ് പില്ലസ് എന്ന് പറയുന്ന സ്ട്രക്ചറുകളിലൂടെ ബാക്ടീരിയ, അതായത് മെയിൽ ബാക്ടീരിയ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരു ഫീമെയിൽ ബാക്ടീരിയയ്ക്ക് നൽകുന്ന പ്രോസസ്സിനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ ബാക്ടീരിയ, അതായത് പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയ നമ്മൾ മെയിൽ എന്ന് പറയും, പ്ലാസ്മിഡ് ഇല്ലാത്ത ബാക്ടീരിയ ഫീമെയിൽ ബാക്ടീരിയ എന്ന് പറയും. അപ്പോൾ ഈ ഫീമെയിൽ ബാക്ടീരിയയിലേക്ക് ഇത്തരം പ്ലാസ്മിഡുകൾ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിലിൻ്റെ ക്യാരക്ടറിനെ നിർണ്ണയിക്കുന്ന പ്ലാസ്മിഡുകൾ സെക്സ് പില്ലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇതിനെയാണ് സെക്സ് പില്ലസ് എന്ന് പറയുക. സെക്സ് പില്ലസ് വഴിയോ അല്ലെങ്കിൽ കോൺജുഗേഷൻ ട്യൂബ് വഴിയോ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയും ജനറ്റിക് മെറ്റീരിയൽ ഒരു സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസിലേക്കോ അല്ലെങ്കിൽ ഒരേ സ്പീഷീസിലേക്കോ കൈമാറ്റം ചെയ്യപ്പെട്ട് പുതിയ സ്പീഷീസുകളുടെ എവല്യൂഷന് ഇടയാക്കാം. മൂന്നാമത്തത് ട്രാൻസ്ഡക്ഷൻ. ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ സെൽ ടു അനദർ ബൈ എ ബാക്ടീരിയോഫേജ് ഈസ് കാൾഡ് ട്രാൻസ്ഡക്ഷൻ. ബാക്ടീരിയോഫേജിന്റെ സഹായത്താൽ ഒരു ജീവിയിലുള്ള ജനിതക ഘടകങ്ങൾ അല്ലെങ്കിൽ ജീനുകൾ മറ്റൊരു ബാക്ടീരിയയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്പീഷീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുക. ദ ജനറ്റിക് മെറ്റീരിയൽ പെനട്രേറ്റ്സ് ദ ബാക്ടീരിയൽ സെൽ
ആൻഡ് റെപ്ലിക്കേറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ യൂസിങ് സെൽ മെഷീനറി ഓഫ് ദ ഹോസ്റ്റ്. ഇങ്ങനെ ബാക്ടീരിയോഫേജ് മറ്റൊരു ബാക്ടീരിയയിലേക്ക് കടന്നു വരികയും അതിൻ്റെ ജീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ ജീവിവർഗമായിട്ട് മാറുകയാണ് ചെയ്യുക. കോൺസിക്വൻ്റ്ലി ദ വൈറസ് DNA ഈസ് റെപ്ലിക്കേറ്റഡ് ഇൻ ടു മൾട്ടിപ്പിൾ കോപ്പീസ് ആൻഡ് സിന്തസൈസ് ഫേജ് പ്രോട്ടീൻസ്. ഇങ്ങനെ ഫേജ് പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിച്ച് പുതിയ ബാക്ടീരിയോഫേജുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിൽ ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പുതിയ ബാക്ടീരിയയിലെ അല്ലെങ്കിൽ പുതിയ വിർലൻറ്റുകളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ട്രാൻസ്ഡക്ഷൻ എന്ന പ്രോസസ്സ് സഹായിക്കും. Complete phage particles are assembled and finally cell is lysed, resulting release of viral particles. In prokaryote, the sexual reproduction is prominent and also occur in bacteria. ഇങ്ങനെ ബാക്ടീരിയ ഫേജിന്റെ സഹായത്താൽ ജീനുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും ജീനുകളുടെ റീകോമ്പിനേഷൻ നടക്കുകയും ചെയ്യും. Prokaryote can acquire novel genetic material through the process of bacterial conjugation, in which both plasmids and wall chromosomes can be passed between organisms. ഇങ്ങനെ ബാക്ടീരിയോഫേജുകളുടെ സഹായത്താൽ നോവലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് വളരെ പോസിറ്റീവായിട്ട് സർവൈവലിനോ അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടാക്കാൻ, ഇപ്പം രോഗാണുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കഴിവെന്ന് പറയുന്നത് എത്രത്തോളം മാരകമായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം കഠിനമായിട്ട് രോഗമുണ്ടാക്കാനുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ രോഗമുണ്ടാക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയോഫേജുകളുടെ സഹായത്താൽ നോവൽ ക്യാരക്ടറിസ്റ്റിക്സ് കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ അക്വയർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് ട്രാൻസ്ഡക്ഷനെ കണക്കാക്കാം. അങ്ങനെ പുതിയ ജീവജാലങ്ങൾ പ്രോകാരിയോട്ടിൽ ഉണ്ടായി വരാം. അപ്പം ഇത്രയുമാണ് പ്രോകാരിയോട്ടിൽ അതിൻ്റെ ജീൻ എവല്യൂഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളതും പുതിയ സ്പീഷീസുകൾ എവോൾവ് ചെയ്യാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പ്രോസസ്സുകൾ. ഇനി അടുത്തത് നമ്മൾ യൂക്കാരിയോട്ടിക് ജീനോം എവല്യൂഷനാണ്. എങ്ങനെയാണ് യൂക്കാരിയോട്ടിൽ ജീൻ എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാകുക, അതിനുള്ള അല്ലെങ്കിൽ അതിന് ഇടയാക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് ഓരോന്നും പരിശോധിക്കാം. യൂക്കാരിയോട്ടിക് ജീനോം എവല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ യൂക്കാരിയോട്ടിക് ജീനോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസ് ലാർജർ ആൻഡ് മോർ കോംപ്ലക്സ് ദാൻ പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ റിംഗ് ആയിട്ടുള്ള വളരെ ചെറിയ കുറച്ച് ജീനുകൾ മാത്രമുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ യൂക്കാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീനോം എന്ന് പറയുന്നത് തന്നെ അത് വലിപ്പത അത് ലാർജറാണ്, മോർ കോംപ്ലക്സ് ദാൻ പ്രൊക്കാരിയോട്ട്, കൂടാതെ കോംപ്ലക്സിറ്റി കൂടിയതുമാണ്. യൂക്കാരിയോട്ടിക് ജീനോം ഇവോൾവ് ഓവർ ടൈം ത്രൂ മെനി മെക്കാനിസംസ് ഇൻക്ലൂഡിംഗ് സെക്ഷൽ റീപ്രൊഡക്ഷൻ which introduces much greater genetic diversity to the offspring than the usual prokaryotic process of replication, in which the offsprings are theoretically genetic clones of the parental cell. യൂക്കാരിയോട്ടിൽ ജീൻ എവല്യൂഷൻ സംഭവിക്കാൻ അല്ലെങ്കിൽ ജീവന് എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് മെത്തേഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. ഇങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി പുതിയ ക്ലോണുകൾ അല്ലെങ്കിൽ പുതിയ ജീനുകളോട് കൂടിയ പുതിയ ജീവജാലങ്ങൾ ഉണ്ടായി വരികയും അങ്ങനെ ജീൻ എവല്യൂഷൻ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യൂക്കാരിയോട്ടിൻ്റെ ജീൻ എവല്യൂഷനിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഇനി ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഓഫ് ജീനോം എവല്യൂഷൻ ഇൻ യൂക്കാരിയോട്ട്, അതായത് ഇങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് വഴി ജീൻ എവല്യൂഷൻ സംഭവിക്കാൻ ഇടയായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന പ്രോസസ്സാണ്. രണ്ടാമത്തത് റീകോമ്പിനേഷൻ. മൂന്നാമത്തത് അന്യൂപ്ലോയിഡി. നാലാമത്തത് പോളിപ്ലോയിഡി. 5 റെപ്ലിക്കേഷൻ സ്ലിപ്പേജ്. 6 ട്രാൻസ്പോസിബിൾ എലമെന്റ്സ്. 7 മ്യൂട്ടേഷൻ. 8 എക്സോൺ ഷഫ്ലിംഗ്. ഇങ്ങനെ 8 തരത്തിലാണ്, 8 വിഭാഗങ്ങളായിട്ടാണ് ജീൻ എവല്യൂഷൻ യൂക്കാരിയോട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓരോന്നും പരിശോധിക്കാം. ഒന്നാമത്തത് ജീൻ ഡ്യൂപ്ലിക്കേഷൻ. ജീൻ ഡ്യൂപ്ലിക്കേഷൻസ് ആർ ആൻ എസെൻഷ്യൽ സോഴ്സ് ഓഫ് ജനറ്റിക് നോവൽറ്റി that can lead to evolutionary innovation. എവല്യൂഷണറി ഇന്നോവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.
Duplication creates genetic redundancy, and if one copy of a gene experience a mutation that affect its original function, the second copy can serve as a spare part and continue to function correctly. ഒരു ജീൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നതിനെയാണ് ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുക. ഇങ്ങനെ ജീൻ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുമ്പോൾ വൺ കോപ്പി ഓഫ് എ ജീൻ എക്സ്പീരിയൻസ് എ മ്യൂട്ടേഷൻ, ഇതിലെ ഏതെങ്കിലും ഒരു കോപ്പിക്ക് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ജീൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് രണ്ടാവുന്നതിനെയാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുക, ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുക. ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടാകുന്ന കോപ്പിയിൽ ഏതെങ്കിലും ഒരു കോപ്പിയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതൊരു പുതിയ ജീനായിട്ട് അല്ലെങ്കിൽ പുതിയ ഫങ്ഷണൽ ജീനായിട്ട് ഇവോൾവ് ചെയ്തു വരും. മറ്റേ ജീൻ അതിൻ്റെ ഒറിജിനൽ ഫങ്ഷൻ എന്തായിരുന്നോ അത് ആ ജീവജാലത്തിൽ നിർവഹിക്കുകയും ചെയ്യും. Thus, the duplicate genes accumulate mutation faster than functional single copy gene. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റഡ് ജീനിൽ മ്യൂട്ടേഷൻ സംഭവിച്ചതിന് മറ്റതിനെ, അതായത് മ്യൂട്ടേഷൻ സംഭവിക്കാത്ത ജീനിനെ അപേക്ഷിച്ച് വേഗത്തിൽ മ്യൂട്ടേഷനുകൾ പിന്നീട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു പുതിയ ജീനായിട്ട് ഇവോൾവ് ചെയ്തു വരികയും ചെയ്യും. ഓവർ ജനറേഷൻ ഓഫ് ഓർഗാനിസംസ് and it is possible for one of two copies to develop a new and a different function. ഇങ്ങനെ ജീൻ ഡ്യൂപ്ലിക്കേഷൻ വഴി ഉണ്ടായ പുതിയ ജീനിൽ ഒന്നിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അതൊരു പുതിയ ജീനായിട്ട് എവോൾവ് ചെയ്തു വരികയും ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ അങ്ങനെ തന്നെ നിലനിന്ന് കൊണ്ടുപോയി പുതിയൊരു സ്വഭാവം ഡെവലപ്പ് ചെയ്തു വരുന്നതിന് ഇടയാക്കും. ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഈസ് ബിലീവ്ഡ് ടു പ്ലേ എ മേജർ റോൾ ഇൻ ഇവല്യൂഷൻ. അങ്ങനെ ജീവജാലങ്ങളിൽ യൂക്കാരിയോട്ടിൽ സംഭവിക്കുന്ന ജീൻ ഡ്യൂപ്ലിക്കേഷൻ എവല്യൂഷണറി പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ജീവജാലങ്ങൾ വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കുന്നു. Another possible fate of duplicate gene is that both copies are equally free from accumulate degenerative mutations. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ജീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വലി ഫ്രീ ടു അക്യുമുലേറ്റ് ഡീജനറേറ്റ് മ്യൂട്ടേഷൻസ്, അതായത് നശിച്ചു പോകുന്ന മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യത രണ്ടിനും ഇല്ല എന്നുള്ളതാണ്. ഇഫ് ആൻ ആൻസിസ്ട്രൽ ജീൻ ഈസ് പ്ലിയോട്രോപിക് ആൻഡ് പെർഫോം two functions, often times neither one of these two functions can be changed without affecting the other function. ഇനി ആൻസിസ്ട്രൽ ജീൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ഡോട്ടർ ജീൻസ് അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ജീൻ എന്ന് പറയുന്നത്. ആൻസിസ്ട്രൽ ജീൻ പ്ലിയോട്രോപിക് ആണെന്നുണ്ടെങ്കിൽ, പ്ലിയോട്രോപിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സിംഗിൾ ജീൻ കൺട്രോൾ മോർ ദാൻ വൺ ഫംഗ്ഷൻ, ഒന്നിലധികം ഫംഗ്ഷൻ നിർവഹിക്കാൻ കഴിവുള്ള ജീനുകളെയാണ് പ്ലിയോട്രോപിക് എന്ന് പറയുക. Often times neither one of these two functions can be changed without affecting the other function. ഇങ്ങനെ പ്ലിയോട്രോപിക് ആയിട്ടുള്ള ഈ തരം ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്ന ജീനുകളിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവം നഷ്ടപ്പെട്ടാൽ മറ്റേത് നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള കഴിവും ഇത്തരം ജീനുകൾക്കുണ്ട്. ഇൻ ദിസ് വേ partitioning the ancestral functions into two separate genes can allow for adaptive specialization of sub-functions. They are providing an adaptive benefit. ഇങ്ങനെ പ്ലിയോട്രോപിക് ആയിട്ടുള്ള ജീനുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഫംഗ്ഷൻ, അതായത് ഒരു ജീൻ രണ്ട് ഫംഗ്ഷൻ നിർവഹിച്ചിരുന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ജീനുകൾ രണ്ടായിട്ട് നേരത്തെ നിർവഹിച്ചിരുന്ന രണ്ട് ഫംഗ്ഷനുകൾ ഷെയർ ചെയ്ത് എടുക്കുകയും അത് രണ്ടായിട്ട് മാറി രണ്ട് ഫംഗ്ഷനുകൾ പ്രത്യേകം നിർവഹിക്കുന്ന ജീനുകളായിട്ട് രൂപാന്തരം പ്രാപിച്ച് അങ്ങനെ പുതിയ ജീൻ ഇവോൾവ് ചെയ്തു വരാം. ഇനി അടുത്തത് റീകോമ്പിനേഷൻ എന്ന പ്രോസസ്സാണ് ജീൻ എവല്യൂഷനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. റീകോമ്പിനേഷൻ ഓഫ് DNA ടേക്സ് പ്ലേസ് ബൈ മ്യൂട്ടേഷൻ, എക്സ്ചേഞ്ച് ഓഫ് DNA സ്ട്രാൻഡ്സ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് DNA. റീകോമ്പിനേഷൻ അതായത് മിയോസിസ് നടക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കാറുണ്ട്. DNA-യിൽ അതായത് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാറുണ്ട്. ഇൻ ദിസ് പ്രോസസ് ദ ജനറ്റിക് ഇൻഫോർമേഷൻ ഈസ് റീഅറേഞ്ച്ഡ് ബിറ്റ്വീൻ ക്രോമസോംസ് ദാറ്റ് പ്രോസസ് സിമിലർ സീക്വൻസ്. ഇങ്ങനെ ക്രോമസോമുകൾക്കിടയിൽ
റീ അറേഞ്ച്മെൻറ്റ് നടക്കുകയും പുതിയ ക്യാരക്ടേഴ്സ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതിനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിനോ ഇടയാക്കാം. ഹോമോലോഗസ് ജനറ്റിക് റീകോമ്പിനേഷൻ occur in eukaryotes at the time of gamete formation during long prophase 1 of meiosis. മിയോസിസിൽ പ്രൊഫേസ് 1 അല്ലെങ്കിൽ മിയോസിസ് സ്റ്റേജിലാണ് ഈ പറഞ്ഞ ഹോമോലോഗസ് ജനറ്റിക് റീകോമ്പിനേഷനുകൾ നടന്ന് പുതിയ ജീനുകൾ അല്ലെങ്കിൽ പുതിയ കോമ്പിനേഷനോട് കൂടിയ സ്പേമുകളും ഓവങ്ങളും രൂപപ്പെടുന്നത്. During genetic recombination, usually only a part of the genetic material of a donor cell is transferred to a recipient cell. ഇവിടെ ജനറ്റിക് റീകോമ്പിനേഷൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യപ്പെടുന്നുള്ളൂ, മറ്റൊരു ഡോണറും റെസിപ്പിയൻറ്റും തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ. The DNA of the recipient cell and the donor pair with each other and reciprocally exchange DNA strands by crossing over. This gives rise to a new genetic constitution of the recipient cell with new characters. ഇങ്ങനെ ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയയിലൂടെ ഹോമോലോഗസ് ക്രോമസോമുകൾക്കിടയിൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച് നടക്കുകയും ഈ എക്സ്ചേഞ്ചിലൂടെ പുതിയ ക്രോമസോം അല്ലെങ്കിൽ ജനറ്റിക് ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ ക്രോമസോം എക്സ്ചേഞ്ച് നടന്ന പുതിയ ഓവംസും അല്ലെങ്കിൽ സ്പേംസും ഉണ്ടായി വരികയും ഇത് ഫെർട്ടിലൈസ് ചെയ്ത് പുതിയ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ പുതിയ ഒരു ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്ത് ഉള്ള ഒരു പുതിയ ജീവജാലമായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു ജീവിയായിട്ട് ഉരുത്തിരിഞ്ഞു വരാം. സബ്സിക്വൻറ്റ് ഡോട്ടർ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി റീകോമ്പിനന്റ് ക്രോമസോം. ഇങ്ങനെ ജനറ്റിക് റീകോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന ഡോട്ടർ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം റീകോമ്പിനന്റ് ക്രോമസോമുകളായിരിക്കും, ക്രോമസോമുകൾ കൂടിക്കലർന്നതായിരിക്കും. ദ ജനറ്റിക് റീകോമ്പിനേഷൻ കോസ് റീഅറേഞ്ച്മെന്റ് ഓഫ് ജീൻസ് പ്രൊഡ്യൂസിങ് ഓൾ ടുഗദർ ന്യൂ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. ഇങ്ങനെ ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന പ്രോസസ്സിലൂടെ പുതിയ ജീനോടൈപ്പുകളോ പുതിയ ഫിനോടൈപ്പുകളോ ഉണ്ടാക്കപ്പെടാം. ദീസ് കോസ് വേരിയേഷൻസ് വിച്ച് ലീഡ് ടു എവല്യൂഷൻ. ഇങ്ങനെ ജനറ്റിക് റീകോമ്പിനേഷനാണ് പുതിയ ജീവജാലങ്ങൾ പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്തു വരുന്നതിൽ യൂക്കാരിയോട്ടിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രോസസ് എനിപ്ലോയിഡി എന്നുള്ളതാണ്. An organism which contains one or more incomplete chromosome set is known as aneuploid. അതായത് ജനറ്റിക് റീകോമ്പിനേഷൻ വഴി സംഭവിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അനിപ്ലോയിഡി എന്ന് പറയുന്നത്. An organism which contains one or more incomplete chromosome set. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്രോമസോം സെറ്റുള്ള കണ്ടീഷൻ ജീവിയാണ് അനിപ്ലോയിഡ് എന്ന് പറയുന്നത്. അനിപ്ലോയിഡി ക്യാൻ എയ്തർ ഡ്യൂ ടു ലോസ് of one or more chromosome or due to addition of one or more chromosome to complete chromosome complement. അതായത് ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 23 പെയർ ക്രോമസോമാണുള്ളത്. ഈ 23 പെയർ ക്രോമസോമിൽ ഒരു ക്രോമസോം നഷ്ടപ്പെട്ടാൽ നമുക്ക് ആ ക്രോമസോം നഷ്ടപ്പെട്ട ഒരു ജീവിയായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ ക്യാരക്ടേഴ്സ് നഷ്ടപ്പെടും. ഇനി അഡീഷണൽ ആയിട്ട് ഒരു ക്രോമസോം ആഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ സ്പീഷീസ് ക്യാരക്ടേഴ്സിനെ ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ക്രോമസോം നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് പുതിയ ജീവജാലങ്ങളുടെ എവല്യൂഷന് ഇടയാക്കുന്നു. അതാണ് അനിപ്ലോയിഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനിപ്ലോയിഡി occur when non-disjunction at a single chromosome result in an abnormal number of chromosomes. അതായത് ക്രോമസോം ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് വേർപെട്ട് പോകാതെ നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോം എന്നതാണ്, അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ സമയത്ത് ക്രോസിംഗ് ഓവർ നടക്കുന്ന ക്രോമസോമുകൾക്കിടയിൽ ക്രോമസോം പേരുകൾ വേർപെട്ട് പോകാതെ അത് ഒരുമിച്ച് നിൽക്കുകയും അങ്ങനെ പുതിയ ഒരു ക്രോമസോം സ്ട്രക്ചർ അല്ലെങ്കിൽ ക്രോമസോം നമ്പർ ഉണ്ടാവുകയും ചെയ്യാം. Aneuploidy is often harmful and in mammals regularly leads to spontaneous abortions. Aneuploidy മാമൽസിനെ സംബന്ധിച്ചിടത്തോളം ഹാംഫുൾ ആണ്. കാരണം
ഉണ്ടായി വരുന്ന പുതിയ ജീവിയെ സംബന്ധിച്ചിടത്തോളം ക്രോമസോം നമ്പർ കുറവാണെന്നുണ്ടെങ്കിൽ അത് അബോർഷൻ, അതായത് ആ ജീവി ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് അബോർഷൻ ഇടയാക്കും. സം അൺഎംപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ആർ വയബിൾ. ഫോർ എക്സാമ്പിൾ, ട്രൈസോമി 21 in humans lead to Down syndrome, but it is not fatal. ഇങ്ങനെ നോക്കാം, നമുക്കറിയാവുന്നതാണ് ട്രൈസോമി 21, ക്രോമസോം നമ്പർ 21 എന്നുള്ള ക്രോമസോമിന് സംഭവിക്കുന്ന ചേഞ്ച് കൊണ്ട് ഡൗൺ സിൻഡ്രോം പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാകാം, എഡ്വേർഡ് സിൻഡ്രംസ് ഉണ്ടാകുന്നുണ്ട്, ക്ലിൻഫിൽറ്റേഴ്സ് സിൻഡ്രം ഉണ്ട്. ഇങ്ങനെ സിൻഡ്രംസ് ആയിട്ട് ജീവികൾ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ തന്നെ നമുക്ക് കാണാം. അപ്പം സിൻഡ്രംസോട് കൂടിയത് പുതിയ ഒരു ജീവിവർഗത്തിൻ്റെ എവല്യൂഷനാണ്, അല്ലെങ്കിൽ പുതിയൊരു ജീവിവർഗത്തിൻ്റെ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനുള്ള എക്സാമ്പിൾസ് ആണ്. അൺഎംപ്ലോയിഡ് ഓഫൺ ആൾട്ടർ ജീൻ ഡോസേജ് in ways that are detrimental to the organism and therefore will not likely spread through populations. ഇങ്ങനെ അൺഎംപ്ലോയിഡ് വഴി ഉണ്ടാകുന്ന പുതിയ ജീവജാലങ്ങളിൽ പിന്നീട് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാതെ വരികയോ, അല്ലെങ്കിൽ ഏത് ക്രോമസോമിനാണ് തകരാറ് വരിക അത് ആദ്യ ജീവിയുടെ തന്നെ അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ തന്നെ ലൈഫിലുള്ള മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുകയും അത് പലപ്പോഴും എവല്യൂഷണറി പ്രോസസ്, അതായത് എവല്യൂഷൻ ഉണ്ടാകാതെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിവർഗങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനുള്ള, എവോൾവ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ് യൂക്കാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് പോളിപ്ലോയിഡിയാണ്. പോളിപ്ലോയിഡി ഈസ് ദ ഹെറിറ്റബിൾ കണ്ടീഷൻ ഓഫ് പൊസസിങ് മോർ ദാൻ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം. നമുക്ക് വേണ്ടുന്ന, ഒരു ജീവിക്ക് വേണ്ടുന്ന ക്രോമസോമിൻ്റെ എണ്ണത്തിൽ കൂടുതൽ ക്രോമസോം വേണ്ടുന്ന കണ്ടീഷനെയാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. പോളിപ്ലോയിഡ്സ് ആർ കോമൺ എമംഗ് പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണ് പോളിപ്ലോയിഡി വളരെ കോമൺ ആയിട്ടുള്ളത്, ആസ് വെൽ ആസ് എമംഗ് സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഫിഷ് ആൻഡ് ആംഫിബിയൻസ്. പോളിപ്ലോയിഡി ഈസ് ബിലീവ്ഡ് ടു ബി എ മെത്തേഡ് ഫോർ ദ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഇങ്ങനെ ക്രോമസോം ആഡ് ചെയ്ത് വരുന്നത് പുതിയ ജീവജാലങ്ങളുടെ എവല്യൂഷൻ ഇടയാക്കുന്നു എന്നുള്ളത്. അപ്പം ക്രോമസോം നമ്പർ കൂടി ആണ് വരിക. അപ്പം 10 ക്രോമസോം ഉള്ളത് 12, 13, 14, 20, 22, 23 വരുമ്പോൾ നമുക്കറിയാം 23 പേരാകുമ്പോൾ ഹ്യൂമൻ ബീങ്സിന്റെ ക്രോമസോം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ക്രോമസോം ആഡ് ചെയ്ത് വരുന്നത് എവല്യൂഷണറി പ്രോസസ്സിന് ഇടയാക്കുന്നു എന്ന് പറയുന്നു. ആസ് എ ജനറൽ റൂൾ, സ്പീഷീസ് വിത്ത് ഹയർ ക്രോമസോം നമ്പർ ആർ റിഗാർഡഡ് മോർ അഡ്വാൻസ്ഡ് ദാൻ ദോസ് ഓഫ് ലോവർ നമ്പർ ഫ്രം എവല്യൂഷണറി പോയിന്റ്. അതായത് ക്രോമസോം നമ്പർ കൂടുതലുള്ള ജീവജാലങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ട് എവോൾവ് ചെയ്ത് വന്നു എന്നുള്ളതും ക്രോമസോം നമ്പർ കുറഞ്ഞത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളത് ആണെന്നുമാണ് എവല്യൂഷണറി പ്രോസസ്സിൽ കണക്കാക്കുന്നത്. അതായത് ക്രോമസോം നമ്പർ അക്യുമുലേറ്റ് ചെയ്ത് വന്നാണ് പുതിയ ജീവജാലങ്ങൾ ഉണ്ടായത് എന്ന് ബിലീവ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു. ദെൻ ജീൻ എവല്യൂഷൻ സംഭവിക്കാനുള്ള മറ്റൊരു ചേഞ്ചാണ് റെപ്ലിക്കേഷൻ സ്ലിപ്പേജ് അല്ലെങ്കിൽ എറർ ഇൻ DNA replication. Replication takes place with an extraordinary accuracy. In spite of all this, errors do occur and wrong nucleotides are added. Approximately 1 mistake occur in every 10⁻⁴ nucleotide added. DNA replicationൽ യുക്കാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് ഇത് സംഭവിക്കുക, അല്ലെങ്കിൽ തെറ്റുകൾ മാക്സിമം വരാതെ DNA പോളിമറൈസുകൾ തകരാറ് പരിഹരിക്കുന്നതിനുള്ള ധാരാളം മെക്കാനിസം DNA പോളിമറൈസുകൾക്കുണ്ട്. അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് DNA റെപ്ലിക്കേഷൻ തകരാറില്ലാതെയാണ് നടത്തുന്നത്. എന്നിരുന്നാൽ തന്നെയും ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ 10⁻⁴ എന്ന രീതിയിൽ എററുകൾ സംഭവിക്കാറുണ്ട്. എ റെപ്ലിക്കേഷൻ എറർ result from the covalent addition of an incorrect nucleotide subunit or a lack of addition of a nucleoside subunit. ഇങ്ങനെ ഒരു എറർ സംഭവിക്കാനുള്ള സാധ്യത ഒന്നുകിൽ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യപ്പെടുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ പൊസിഷനിൽ ആഡ് ചെയ്യപ്പെടാതിരിക്കാം. ജീൻ ഡ്യൂപ്ലിക്കേഷൻ വയ റീകോമ്പിനേഷൻ occur when there is unequal crossing over occur at the time of meiosis. ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നതോ ആഡ് ചെയ്യപ്പെടാതിരുന്നതോ ആയിട്ടുള്ള ജീനുകളാണ് അല്ലെങ്കിൽ DNA പിന്നീട് മിയോസിസിന് വിധേയമാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്നാണ് സ്പേമും ഓവവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അത്തരം ഡെലീഷൻ സംഭവിച്ചതോ
അഡീഷൻ സംഭവിച്ചതുമായിട്ടുള്ള സീക്വൻസോട് കൂടിയതായിരിക്കും. അത് എവല്യൂഷണറി പ്രോസസ്സിന് ഇടയാക്കും. ദെൻ അടുത്തത് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് ആണ്. ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് ആർ റീജിയൻസ് ഓഫ് DNA that can be inserted into the genetic code through one or two mechanisms. അതായത് DNA-യിൽ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസുകളോ നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസുകളോ അല്ലെങ്കിൽ സീക്വൻസുകളെ ആഡ് ചെയ്യുന്ന ഒരു പ്രത്യേക റീജിയനിൽ സീക്വൻസുകളെ ആഡ് ചെയ്യുന്ന, അതായത് ഇപ്പം ഇൻട്രോൺസും എക്സോൺസും ഉണ്ട്. അപ്പോൾ കോഡിംഗ് സീക്വൻസുകളുമുണ്ട്, നോൺ കോഡിംഗ് സീക്വൻസുകളുമുണ്ട്. അപ്പം നോൺ കോഡിംഗ് സീക്വൻസുകളെ റിമൂവ് ചെയ്തതിന് ശേഷം കോഡിംഗ് സീക്വൻസുകളെ ആഡ് ചെയ്യുന്ന പ്രോസസ്സുണ്ട്. അപ്പോൾ ഇതിന് സഹായിക്കുന്നത് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് ആണ്. These mechanisms work similarly to cut and paste and copy and paste functionalities in word processing programs. The cut and paste mechanism work by existing DNA from one place in genome and inserting itself to another location of in the code. ഇങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഇൻട്രോൺസ്, അതായത് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള നോൺ കോഡിംഗ് സീക്വൻസുകൾ റിമൂവ് ചെയ്ത്, അതായത് DNA പ്രോസസ്സിംഗ് പ്രക്രിയയിൽ നോൺ കോഡിംഗ് സീക്വൻസുകളെ റിമൂവ് ചെയ്ത് ആ ഭാഗത്ത് തൊട്ടടുത്ത് വരുന്ന കോഡിംഗ് സീക്വൻസുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സുണ്ട്. ഇങ്ങനെ നടക്കുന്ന പ്രോസസ്സിൽ ജെനറ്റിക് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് എററുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ അത് മൂലം പുതിയ കോഡുകൾ രൂപപ്പെടാം. The copy and paste mechanism work by making a genetic copy or copies of specific regions of DNA and inserting these copies elsewhere in the code. ഇങ്ങനെ കോപ്പി പേസ്റ്റ് മെക്കാനിസത്തിൽ കോപ്പി ചെയ്യപ്പെട്ട് പേസ്റ്റ് ചെയ്യപ്പെടുന്ന കോഡുകൾ ഒരു DNA-യിൽ എവിടെ നിന്ന് വേണമെങ്കിലും കോപ്പി ചെയ്യപ്പെടാം അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യപ്പെടാം. The most common transposable element in human genome is ALU sequence, which is present in the genome over 1 million times. ഇവിടെ നോക്കുക, ALU sequence, Arthrobacter luteus restriction endonuclease എന്നാണ് ALU sequence അതിൻ്റെ പൂർണ്ണരൂപം. It is a type of jumping gene exist in primates. പ്രൈമേറ്റ്സിൽ കാണപ്പെടുന്ന ജമ്പിംഗ് ജീനുകളാണ് ALU സീക്വൻസുകൾ എന്ന് പറയുന്നത്. ദേ ഡിസ്ക്രീറ്റ് DNA സീക്വൻസ്. പലപ്പോഴും ഇങ്ങനെയുള്ള സീക്വൻസുകൾ DNA-യുടെ സ്ട്രക്ചറിനെ ഡിസ്ക്രീറ്റ് ചെയ്യപ്പെടും. That move jump from one place to another, sometimes inserting copies of themselves directly into the middle portion of coding genes. പലപ്പോഴും ഈ ALU സീക്വൻസുകൾ ഒരു ഭാഗത്ത് നിന്ന്, അതായത് DNA-യുടെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പം ഈ ALU സീക്വൻസുകൾ പലപ്പോഴും അതിൻ്റെ പൊസിഷനിൽ നിന്ന് ജമ്പ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുകയും അവിടെ അത് പ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ DNA-യുടെ നോർമലായിട്ടുള്ള സ്ട്രക്ചറിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ ഒരു സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ് DNA-യിൽ ഉണ്ടാക്കുന്നതിന് ഇത്തരം അലു സീക്വൻസുകൾ ഇടയാക്കാം. അപ്പം അലു സീക്വൻസ് ഉണ്ടാക്കുന്ന ഈ DNA തകരാറിനെയാണ്, അല്ലെങ്കിൽ DNA-ക്ക് ഉണ്ടാകുന്ന ചേഞ്ചസുകളെയാണ് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോർമൽ സീക്വൻസുകളോടൊപ്പം തന്നെ കാണപ്പെടുന്ന പ്രൈമേറ്റിൽ കാണപ്പെടുന്ന സീക്വൻറ്റുകളെയാണ് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ അലു സീക്വൻസുകൾ എന്ന് പറയുക. ഇത് കോഡിംഗ് സീക്വൻസുകളെയും നോൺ കോഡിംഗ് സീക്വൻസുകളെയും, അതായത് കോഡിംഗ് സീക്വൻസുകളെ മാത്രം ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന പ്രോസസ്സിൽ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ DNA-യുടെ ഭാഗമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം നടത്തുന്ന സമയത്ത് പ്രോപ്പറായിട്ട് DNA സീക്വൻസുകളെ അറേഞ്ച് ചെയ്തുകൊണ്ട് DNA സീക്വൻസ്, നോർമൽ സീക്വൻസിന് ഇൻട്രപ്ഷൻ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെയാണ് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഇൻട്രപ്ഷൻ പുതിയ ജനറ്റിക് വേരിയേഷന് ഇടയാക്കും. Then mutation. Mutations are spontaneous, often cause change in genome. Mutation cause change in nucleotide sequence, causing frame shift mutation, thus altering the genome. This is also one of the mechanism of genome evolution. നേരത്തെ പ്രോകാരിയോട്ടിൽ പറഞ്ഞതുപോലെ യൂക്യാരിയോട്ടിലും ജീൻ എവല്യൂഷന് ഇടയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോസസ്സാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്
ഹെറിറ്റബിൾ ആയിട്ടുള്ള സീക്വൻസ് പുതിയ ജീവജാലങ്ങൾ ഉണ്ടായി വരുന്നതിന് ഇടയാക്കും. ദെൻ എക്സോൺ ഷഫ്ലിംഗ്. എക്സോൺ ഷഫ്ലിംഗ് ഈസ് എ മെക്കാനിസം ബൈ വിച്ച് ജീൻസ് ആർ ക്രിയേറ്റഡ്. പുതിയ ജീനുകൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്ന ഒരു പ്രോസസ്സാണ് എക്സോൺ ഷഫ്ലിംഗ് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ഒക്കർ വെൻ 2 or more exons from different genes are combined together when exons are duplicated. അതായത് 2 വ്യത്യസ്ത ജീനുകൾ ഒരുമിച്ച് ചേരുമ്പോൾ പുതിയ ജീനുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എക്സോൺ ഷഫ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് 2 വ്യത്യസ്ത സ്വഭാവമുള്ള ജീവജാലങ്ങൾ, ഒരേ സ്പീഷീസിൽ തന്നെ 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ ചേർന്നിട്ട് പുതിയ സ്വഭാവം ഉണ്ടാകും. അപ്പം ഇങ്ങനെ പുതിയ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെയാണ് എക്സോൺ ഷഫ്ലിംഗ് എന്ന്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു നീഗ്രോയും ഒരു യൂറോപ്യനും തമ്മിൽ വിവാഹം കഴിച്ചുണ്ടാകുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇവർ 2 പേരുടെയും സ്വഭാവം ഉണ്ടാകും. അപ്പം ഇങ്ങനെ എക്സോൺസുകൾ തമ്മിൽ പുതിയ ജീനുകൾക്ക് ഇടയാക്കുന്ന അല്ലെങ്കിൽ പുതിയ സ്വഭാവങ്ങൾ കമ്പൈൻ ചെയ്ത് പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കും. Exon shuffling result in new genes by altering the current intron exon structure. അതുപോലെ എക്സോണുകൾ ഷഫിൾ ചെയ്യുന്നത് മൂലം, ഷഫിൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ എക്സോണുകളും ഇൻട്രോണുകളും ഉണ്ടാകാറുണ്ട്. എക്സോണുകൾ ഇങ്ങനെ ഷഫിൾ ചെയ്ത്, അതായത് നോർമലായിട്ട് കാണേണ്ട റീജിയനിൽ നിന്നും എക്സോണുകൾ വ്യത്യസ്തമായിട്ട് ഷഫിൾ ചെയ്ത് കാണുമ്പോൾ ഇങ്ങനെ ഷഫിൾ ചെയ്ത്, അതായത് സ്വഭാവങ്ങൾ കൂടിക്കലർന്നിട്ട്, അതായത് ഒരു കോഡിംഗ് സീക്വൻസ് ആണ് എക്സോൺ എന്ന് പറയുക. അപ്പം ഈ കോഡിംഗ് സീക്വൻസുകളിൽ ഉണ്ടാകുന്ന കോഡുകൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അറേഞ്ച്മെന്റിൽ നിന്നും മാറി ഷഫിൾ ചെയ്ത് കാണുമ്പോൾ അത് പുതിയ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് ഇടയാക്കും. ദിസ് ക്യാൻ ഒക്കർ ബൈ എനി ഓഫ് ദ ഫോളോയിങ് പ്രോസസ് സച്ച് എസ് ട്രാൻസ്പോസൺ മീഡിയേറ്റഡ് ഷഫ്ലിംഗ്, സെക്ഷൽ റീകോമ്പിനേഷൻ ഓർ ഇല്ലെജിമേറ്റ് റീകോമ്പിനേഷൻ. ഇങ്ങനെ എക്സോൺ ഷഫ്ലിംഗ് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ട്രാൻസ്പോസൻസ് മീഡിയേറ്റഡ് ഷഫ്ലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ട്രാൻസ്പോസൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്രോമസോം സെഗ്മെന്റ് ദാറ്റ് ക്യാൻ അണ്ടർഗോ ട്രാൻസ്പോസിഷൻ, എസ്പെഷ്യലി എ സെഗ്മെന്റ് ഓഫ് ബാക്ടീരിയൽ DNA ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ലോക്കേറ്റഡ് ആസ് എ വോൾ ബിറ്റ്വീൻ ക്രോമസോം ഫേജ് ആൻഡ് പ്ലാസ്മ. ട്രാൻസ്പോസൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ക്രോമസോമൽ ഭാഗമാണ്, അല്ലെങ്കിൽ ക്രോമസോമൽ സെഗ്മെന്റ് ആണ് ട്രാൻസ്പോസൻസ് എന്ന് പറഞ്ഞാൽ. ദേ അണ്ടർഗോ ട്രാൻസ്പോസിഷൻ ഇൻ DNA, അതായത് DNAയിൽ അതിൻ്റെ എക്സോണുകളെ മാറ്റി സ്ഥാപിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിനെ ഷഫിൾ ചെയ്യിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ്, അല്ലെങ്കിൽ ജീനുകളെയാണ് ട്രാൻസ്പോസൻസ് എന്ന് പറയുക. അപ്പം ഇത് അത്തരം ജീനുകളുടെ സാന്നിധ്യം അതായത് എക്സോൺ ഷഫ്ലിങ്ങിന് ഇടയാക്കും. ദെൻ സെക്ഷൽ റീകോമ്പിനേഷൻ, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ജീവജാലങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എക്സോൺ ഷഫ്ലിംഗ് നടക്കാം. ദെൻ ഇല്ലെജിമേറ്റ് റീകോമ്പിനേഷൻ. ഇല്ലെജിമേറ്റ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ടു അൺറിലേറ്റഡ് ഡബിൾ സ്ട്രാൻഡ് സെഗ്മെന്റഡ് ഓഫ് DNA ആർ ജോയിൻഡ്. അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്യതയിൽ അല്ലെങ്കിൽ സാമ്യമില്ലാത്ത DNAകൾ ഒരുമിച്ച് ചേർന്നിട്ട് പുതിയ DNA അതിൻ്റെ മിക്സായിട്ട്, അല്ലെങ്കിൽ ഒരു മിക്സറായിട്ട് ഉണ്ടാക്കപ്പെടുക. അപ്പം ഇത് മൂന്നും ഒരേ തരത്തിൽ വരുന്ന പ്രോസസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ് പുതിയ ജീനുകൾ അല്ലെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. Exon shuffling may introduce new gene into the genome that can be either selected against and deleted or selectively forward and conserved. ഇങ്ങനെ എക്സോൺ ഷഫ്ലിംഗ് വഴി പുതിയ ജീനുകൾ, പുതിയ സ്വഭാവങ്ങൾ ഉണ്ടായി വരികയും പഴയത് അല്ലെങ്കിൽ ചിലത് നഷ്ടപ്പെടുകയും അത് ഫേവറബിളായിട്ടോ അൺഫേവറബിളായിട്ടോ മാറുകയും ചെയ്യാം. ഇവിടെ പ്രധാനമായിട്ടും അറിയേണ്ടത്, ഇവിടെ ക്രോമസോം നഷ്ടപ്പെടാതെ ജീനുകൾ അക്യൂമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഫലമായിട്ടാണ്, എവല്യൂഷണറി പ്രോസസ്സിലൂടെയാണ് ഏപ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഗൊർലയിൽ നിന്നും ചിമ്പാൻസിയിൽ നിന്നും നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എവല്യൂഷണറി പ്രോസസ്സിൽ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് അക്യൂമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വഭാവങ്ങൾ, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള
സ്പീഷീസാണ് ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റലിജൻസിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ജീനുകളുടെ രൂപത്തിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തതാണ്. ഈ അക്യുമുലേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ജനറ്റിക് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ജനറ്റിക് എവല്യൂഷൻ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് ജീൻ എവല്യൂഷൻ എന്ന പാഠത്തിൽ ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാഠമാണ് ഇത്. ഇതിൽ നിന്നും നമുക്ക് എസ്സേ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ഇത് വരാം. 7 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. 4 മാർക്കും 7 മാർക്കും ചോദിക്കാം. ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ യൂക്കാരിയോട്ടിക് ജീനോം എവല്യൂഷൻ, അത് 7 മാർക്ക് ചോദ്യം. കാരണം കൂടുതലായിട്ട് ജീനോം എവല്യൂഷൻ നടന്നതിനെക്കുറിച്ചുള്ള പ്രോസസ്സുകൾ നടക്കുന്നത് യൂക്കാരിയോട്ടിലാണ്. അതുകൊണ്ട് തന്നെ 7 മാർക്ക് ചോദ്യം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. 4 മാർക്ക് ചോദ്യമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ 2 മാർക്ക് ചോദ്യമായിട്ട് ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ ഓർ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ പ്രോകാരിയോട്ടിക് ജീനോം എവല്യൂഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ജീനോമുകൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ളത്, അതിന് ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.